ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് ഓഫ് അശ്വതി പ്രഭാകരൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ, അതായത് കൊടകിൽ എന്താ പറയുക, തെറി വിളിച്ച് നടക്കുന്ന ഒരു ഉത്സവമാണിത്. ഓക്കെ, ഈ ആമ്പിള്ളേരെല്ലാം കൂടി പെമ്പിള്ളേരെ വേഷം, പിന്നെ കുറേ ദൈവത്തിൻ്റെ വേഷം ഒക്കെ ഇട്ട് ഇങ്ങനെ ഫുള്ള് ഈ മറ്റേ ഗ്രീസൊക്കെ ഇല്ല, അതൊക്കെ ഫുള്ള് മേത്തിലൊക്കെ പെരണ്ട് പിടിച്ചിട്ട് അങ്ങനെ ഒരു കോസ്റ്റ്യൂം സെൻസ് ആയിരിക്കും അവരുടേത് ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ. എന്നിട്ട് വായി മൊത്തം തെറി വിളിക്കും. പിന്നെ പൈസ ഇങ്ങനെ ഷോപ്പിൽ പോയി ബാൻഡൊക്കെ അടിച്ച് ഡാൻസൊക്കെ കളിച്ച് പൈസയൊക്കെ മേടിക്കും, അരിയൊക്കെ മേടിച്ചിട്ട് ഇവിടെ തിത്തുമത്തീൻ്റെ അടുത്ത് ദേവരപുര ഒരു പ്ലേസ് ഉണ്ട്, അവിടെ അമ്പലമുണ്ട്, അങ്ങനെ അവിടത്തേക്ക് പോകും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഞാൻ റെഡി ആയിട്ടുണ്ട്, ഇപ്പോൾ അമ്മയും റെഡി ആയിക്കൊണ്ട് അച്ഛൻ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും ഞാനും കൂടിയാണ് അമ്പലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഓരോരോ ഭാഗമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ അമ്പലത്തേക്ക് പോയിട്ട് റോട്ടിൽ പോകുമ്പോൾ കുറേ ആൾക്കാരുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ പോയി കാണാം. ഓക്കെ. അങ്ങനെ അച്ഛൻ പണിയെടുക്കുന്ന സ്ഥലത്തിൽ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടന് ഞങ്ങളെ കൊണ്ടുപോയി ആക്കി തരാൻ പറഞ്ഞിട്ട് ജീപ്പും കൊണ്ട് വന്ന് അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടി അതിൽ കയറി അമ്പലത്തേക്ക് പോയി. ഇത് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് കാണുമ്പോഴുള്ള റോഡാണ് അമ്പലത്തിൻ്റെ അവിടെയുള്ള. ഈ ഗേറ്റാണ് അമ്പലത്തിൻ്റെ ഒരു ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒരു 100 മീറ്റേഴ്സ് അപ്പുറത്ത് ഇഞ്ഞൊരു ഗേറ്റ് ഉണ്ട്, ഇഞ്ഞൊരു വഴിയും കൂടിയുണ്ട്. അത് കുറച്ച് ലോങ് റൂട്ട്, പക്ഷെ ഞങ്ങൾ ഈ ഷോർട്ട് കട്ടിൽ പോകാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും എല്ലാം കൂടി ആ റൂട്ടിൽ തന്നെ നടന്നിട്ട് പോയി. അച്ഛൻ അവിടുത്തെ ആ ബാൻഡിൻ്റെ സ്റ്റെപ്സിന് ഇങ്ങനെ ഡാൻസും കളിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് എങ്ങനെ വെക്കതാ കേട്ടില്ലേ. അങ്ങനെയാണ് പിന്നെ ഈ ഒരു പ്ലേസ് കാണുന്നത്. ഇവിടെ നിന്നാണ് ഭണ്ഡാരപ്പെട്ടിയും പിന്നെ കുതിര വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഈ വഴിയിലൂടെ അത് വരും. ബാൻഡും കുറേ ആൾക്കാരെല്ലാം ആയിട്ട് കുതിരയൊക്കെ ആയിട്ട് അവർ ഭണ്ഡാരപ്പെട്ടിയും കാര്യങ്ങളായിട്ട് കണ്ടോ എൻ്റെ പൊന്നോ. അപ്പോൾ അതെല്ലാം ആയിട്ടാണ് അവർ അമ്പലത്തേക്ക് വരുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്, കോഴിയെറിയലും അങ്ങനെയൊക്കെ. ഇത് കണ്ടില്ലേ, ആ ഒരു ടെമ്പിളിൻ്റെ അവിടെയുള്ള ഒരു സറൗണ്ടിങ് ആണ്. കുറേ ഞങ്ങളുടെ ഈ ഉത്സവത്തിലൊക്കെ ഉണ്ടാവുന്ന പോലെ നല്ല കടകളും ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഐസ്ക്രീമും അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ആ ഒരു അമ്പലത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയില്ല, അങ്ങനെയുള്ളൊരു പ്ലേസാണ്. ഈ സൈഡ് കൂട്ട് നല്ല ആർച്ചൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ആംബിയൻസ് അല്ലേ. പക്ഷെ അവിടുത്തെ ആൾക്കാരെ കാണണമെങ്കിൽ അവിടെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിട്ടുണ്ടാവും എന്നാണ് ഒരു ഇത്. കാരണം അത്രയ്ക്കും അവിടെ നിൽക്കാൻ തരാൻ സൈഡ് ഉണ്ടാവില്ല, അത്രയ്ക്കും ആൾക്കാരായിരിക്കും. ഇത് കാണുന്നതൊന്നും അല്ല ആൾക്കാർ, കാണുന്നില്ലേ, ജനസാഗരമായിരിക്കും ആ സമയത്തിലെന്ന് പറയും. ഈ സമയം ഇപ്പോൾ ഈ കുതിര വരുന്നൊരു സമയമുണ്ടല്ലോ, ഈ 2, 3:30, 4 മണിയൊക്കെ ആകുമ്പോൾ ഈ ഭണ്ഡാരപ്പെട്ടിയെല്ലാം ആയിട്ട് വരും, ദൈവം വരും. ആ സമയത്തിലായിരിക്കും ഇനിയും കൂടുതൽ ആൾക്കാർ ആ ഒരു പ്ലേസിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ എത്ര ആൾക്കാരുണ്ടാവും. അതിൻ്റെ നടുക്ക് അവിടെ വേഷിട്ട ആൾക്കാരെക്കാളും അവിടെ വെറുതെ തുള്ളുന്നവർ, വൈബിന് തുള്ളുന്ന ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാവുക. കണ്ട, ഇത് നടുക്കിലുള്ള ഒരു മരമാണ്, അവിടെ ഷൂലൊക്കെ കുത്തിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ആ ടെമ്പിളിൻ്റെ ഒരു എൻട്രൻസ്, എന്താ പറയുക, ഞങ്ങൾ ഈ പ്രെയറും പിന്നെ പൂജയൊക്കെ ആക്കൂല, അവിടേക്കുള്ളൊരു എൻട്രൻസ് ആണ് ഈ കാണുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇതിലൂടെ ഞാനും അമ്മയും, അച്ഛൻ വന്നില്ലായിരുന്നു, അപ്പോൾ ഞാനും അമ്മയും കൂടി പോയി. അവിടെ പോയി അണ്ണിക്കായ് ഇതൊക്കെ കണ്ടില്ലേ, ഇതാണ് അയ്യപ്പൻ ടെമ്പിൾ അവിടുത്തെ. അപ്പോൾ ഈ ഒരു ആംബിയൻസിൻ്റെ കറക്റ്റായിട്ടുള്ള പിക്ചേഴ്സും ഇതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ഡോക്യുമെൻ്ററിയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വയ്യെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളിങ്ങനെ ക്യൂലൊക്കെ നിന്ന് അവിടെ ടോക്കൺ എടുക്കാൻ പറ്റണ്ടേ, ഞാൻ പോയി ടോക്കണൊക്കെ എടുത്തിട്ട് വന്നു. ഞങ്ങൾ അവിടെ അണ്ണുക്കായി മേടിച്ച് കണ്ടല്ലേ, ഫുൾ ഡെക്കറേഷനൊക്കെ ആയിട്ട്. ഇത് ഗണപതീൻ്റെ ഒരു ഇതാണ്, അമ്പലമാണ്. അവിടെ കണ്ടല്ലേ, അത് ഗണപതീൻ്റെ ഇതായിരിക്കും. പിന്നെ ഇവിടെ കണ്ടില്ല, ആൾക്കാർ അവിടെ അത്രയും സന്തോഷത്തിലായിരിക്കും. ഇവിടെ അങ്ങനെ ജാതിയോ മതമോ ഒന്നും ഉണ്ടാവില്ല, എവ്രി വൺ ഈസ് ഈക്വൽ ഹിയർ.
അതുപോലെ എത്ര ആൾക്കാരുണ്ടാവും ഇവിടെ. വലിയവർ ചെറിയവർ അതോ കാസ്റ്റ് വൈസ് അതൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഈക്വലാണ്. കണ്ടല്ലേ, കുട്ടികളും എല്ലാ വയസ്സായ ആൾക്കാർ പോലും ഉണ്ടാവും. നമ്മുടെ അഴിഞ്ഞൊരു വ്ളോഗർ സൂര്യനാരായൺ വ്ളോഗർ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ അവൻ്റെ വീഡിയോ എടുത്തുകൊണ്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് ഡോക്യുമെൻ്ററി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കണ്ടില്ലേ, അവരെത്രയും സന്തോഷത്തോടെ ഇതെല്ലാം കണ്ടില്ലേ, ഉള്ളിൽ കള്ളാണെങ്കിലും ബട്ട് ദേ ആർ എൻജോയിങ് ദിയർ ലൈഫ്. ഇതായിരിക്കും ഒരു ലൈഫ് എന്ന് പറയൽ. ഞങ്ങൾ അതും ഇതും ഞങ്ങളെല്ലാം ബിസി ഷെഡ്യൂളിൽ നടക്കില്ല, ഇങ്ങനെ ഒരു ദിവസം കിട്ടുന്നത് പ്രത്യേകമല്ലേ. കണ്ടില്ലേ, ഞങ്ങളെല്ലാവരും ഉണ്ട്. കൂടെ ചിക്കു ഉണ്ട്, അദ്വൈത് എൻ്റെ കസിൻ ബ്രദർ, ഇച്ചായനും ഉണ്ട്, സൂര്യ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, അപ്പളെ കാണിച്ചെന്നില്ല, മരത്തിൻ്റെ അവിടെ ശൂലമൊക്കെ വെച്ചിട്ട് ആ അമ്പലത്തിൻ്റെ ആ ഒരു പ്ലേസാണ് ഇത്. കണ്ടില്ലേ, ശൂലത്തിൻ്റെ എവിടെയും പൂജയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ കണ്ടില്ലേ, ആൾക്കാരെ കൂട്ടം കണ്ടില്ല. ഇതിപ്പോൾ ദൈവം വരുന്ന ഒരു ഇതാണ്. കണ്ടില്ലേ, ദൈവം വന്ന് ആ കുതിര എടുക്കുന്നത് അവരുടെ വീട്ടുകാർ കുർഗീസാണ്, അവരുടെ വീട്ടുകാരെ പിള്ളേരാണ് കുതിര എടുക്കുന്നത്. പിന്നെ ദൈവം വരുന്നത് അവരുടെ വീട്ടുകാർക്ക് ഒരാൾക്കാണ് ദൈവം വരുന്നത്. അവർ ആ ഒരു ഇതില്ലേ, ദേവിയുടെ ഒരു മുഖം, അത് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാനത് കാണിക്കാം. നമ്മുടെ ഭദ്രകാളീൻ്റെ ഒരു മുഖമാണ്. അപ്പം അത് ശ്രീ ഭദ്രകാളി അയ്യപ്പ ദേവസ്ഥാനം എന്നാണ് ആ അമ്പലത്തിൻ്റെ പേര് തന്നെ ഉള്ളത്. ഭദ്രകാളീൻ്റെ അമ്പലം കുറച്ച് മുകളിലോട്ടാണ്, അവിടെ പെണ്ണുങ്ങൾക്ക് എൻട്രൻസ് ഇല്ല. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് അവരവിടെ പൂജ കാര്യങ്ങളൊക്കെ നടക്കും. ആ ടൈമിൽ ഇവിടെ എവിടെയും പെണ്ണുങ്ങൾ ഉണ്ടാകാൻ പാടില്ല, എല്ലാവരും വീട്ടിലേക്ക് പറഞ്ഞയക്കലാണ് പതിവ്. പിന്നെ ഇതൊക്കെ എന്താ പറയുക, ആ കോയിനൊക്കെ ചാടും. ഞങ്ങൾ നേർച്ചയാക്കിയ കോയിനൊക്കെ ചാടിയിട്ട് അവർ ഫുള്ള് അങ്ങനെ നേർച്ച തീർക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ആ കിട്ടുന്ന കോയി ഇപ്പോൾ വേറെ ആർക്കെങ്കിലും ചാടിയിട്ട് അത് കിട്ടിയാൽ അത് ഞങ്ങൾ തന്നെ എടുത്തിട്ട് വരാം. നമ്മുടെ സന്തപ്പം ഫുള്ള് ഡാൻസായിരുന്നു. വീഡിയോ എടുത്ത് മതിയായപ്പോൾ സന്തപ്പം ഫുള്ള് ഡാൻസായി. അപ്പോൾ സന്തപ്പൻ്റെ ഡാൻസ് ഒന്ന് നിങ്ങൾ കാണുക. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ സുനിച്ചേട്ടൻ്റെ പ്രകടനമാണ്. നല്ല ഫുള്ള് ഡാൻസായിരുന്നു. ഫുള്ള് ചുറ്റും അമ്പലത്തിൻ്റെ ചുറ്റും ആൾക്കാർ എവിടേക്ക് പോകും അങ്ങനെ ആ ബാൻഡിനും കൂടി ഇങ്ങനെ തുള്ളി കളിച്ചിട്ട് ഫുൾ എൻജോയ് ആയിരുന്നു. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണുക. ഞാൻ അപ്പോൾ പറഞ്ഞില്ല, ഭദ്രകാളി അമ്മയുടെ മുകളിലുള്ള ഒരു അതാണ് ഇത്. അവർ തലയിലും ഏറ്റിക്കൊണ്ട് അവർ എന്താ പറയുക, പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. ദൈവം വരുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. ദേവീൻ്റെ മുഖം നമ്മൾ പറഞ്ഞ പോലെ അതാണ് ദേവീൻ്റെ മുഖം. ആൾക്കാർ വന്നിട്ട് ബ്ലെസ്സിങ്സൊക്കെ മേടിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണുന്നതാണ്, ഞാൻ പറഞ്ഞില്ല അപ്പോഴേ, ഇങ്ങനെ നേർച്ച കോഴി അവർ എരിയുമ്പോൾ ആർക്കെങ്കിലും വന്ന് കിട്ടിയാലത് നല്ലതാണ്. അങ്ങനെ എൻ്റെ അച്ഛനും കിട്ടിയായിരുന്നു, ഒരു 2.5 കിലോ വരുന്നൊരു കോഴീനെ കിട്ടിയായിരുന്നു. അത് കെട്ടിക്കൊണ്ടാണ് അച്ഛൻ വരുന്നില്ല. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഈ ചെറുപ്പത്തിൽ അമ്മേനും അച്ഛനും ഇങ്ങനെ കരഞ്ഞ് കാല് പിടിച്ചിട്ടൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ആ കളിപ്പാട്ടങ്ങൾ, മറ്റേ ഈ കിച്ചൺ സെറ്റും കാര്യങ്ങളൊക്കെ ബൊമ്മക്കുട്ടിയൊക്കെ മേടിക്കാൻ വേണ്ടി ഞാനിങ്ങനെ അമ്മേനോട് പറഞ്ഞിട്ട് വരുന്നുണ്ടായി. അമ്മയ്ക്കിപ്പോൾ ചെലവൊന്നുമില്ലല്ലോ, ഇങ്ങനെ എന്നെ കൂട്ടിയിട്ട് വന്നാൽ ഞാൻ വലിയ പെണ്ണായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടില്ലേ, അവിടുത്തെ ആൾക്കാരെ കൂട്ടം കണ്ടില്ലേ. ഇതിപ്പോൾ ഒരു സൈഡിൽ കൂടെ എടുത്തതാണ്, പക്ഷെ ഇതൊന്നല്ല, ഇനിയും ഉണ്ട് കുറേ ആൾക്കാർ. പിന്നെ ഇത് നമ്മുടെ പ്രത്യേകത്തിൻ്റെ ഒരു പ്രകടനമാണ്. കണ്ടപ്പോൾ കുറച്ച് നാണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളങ്ങനെ ഒന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് ഏട്ടൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനും അച്ഛനും അമ്മയും ഇറങ്ങാൻ വന്നു. നമ്മൾ ആ ഒരു വൈബിനില്ല, ആ ഒരു ബാൻഡ് സെറ്റിന് നിങ്ങളിങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഫീലാവും. ഇതൊക്കെ കണ്ടല്ലോ, ഞാൻ അപ്പോൾ പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ്ങിൽ ഇതാക്കിയിട്ട് വന്ന്. അപ്പോൾ അവിടെ ക്ലോസ് ആക്കിയിട്ടായിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ നടന്ന് പോവുക. അപ്പോൾ അമ്മ നമുക്കൊരു ഐസ്ക്രീമൊക്കെ മേടിച്ചു തന്നു. അങ്ങനെ ഞാനും അച്ഛനും അമ്മ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. പിന്നെ അച്ഛൻ എന്തോ ഒരു കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ വോയിസ് ഞാൻ കൊടുക്കുന്നില്ല.
കണ്ടില്ലേ ഇവരൊക്കെ ഈ ഒരു ഇത് ഇങ്ങനെ ഇട്ട് കഴുകി പോകാനുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ദൈവത്തിന് മാത്രമേ അറിയൂ ഇതെങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഇവരെങ്ങനെയൊക്കെ ഇതൊക്കെ എടുക്കുന്നത്. അങ്ങനെ പോലീസ് വണ്ടി പിന്നെ എല്ലാ സ്ഥലത്തിലും ഉണ്ടായിരുന്നു. കോണിയപ്പ ടൗണിലൊക്കെ ഓരോരോ ഭാഗത്തിൽ പോലീസുകാരായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക നാടഹബ്ബ കുണ്ടഹബ്ബ കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടില്ലേ ഇവരൊക്കെ മതിയായിട്ട് ഇങ്ങനെ ആ ഒരു ചൂടിനും ഇങ്ങനെ നല്ല AC യിലിട്ട പോലെയാണ് ഇറ്റകളിൽ പോകുന്നത്. കണ്ടില്ലേ ഇങ്ങനെ പപ്പൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കൊടകിലെ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് യു ലൈക്ക് ദ വീഡിയോ ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.